എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. മിഥുനം 1-ാം തീയതി രവി മിഥുനം രാശിയിലേക്ക് പരിവർത്തനം ചെയ്യുക. രവിയുടെ മിഥുന സംക്രമം മൂലം ഏതെല്ലാം കൂറിൽപ്പെട്ട അല്ലെങ്കിൽ ഏതെല്ലാം നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഏതെല്ലാം തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ നൽകുന്നു, അഥവാ സൂര്യൻ്റെ മിഥുനം രാശിയിലേക്കുള്ള പരിവർത്തനം മൂലം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്നുള്ള കാര്യം നോക്കാം. ആദ്യം വരുന്ന ഗ്രൂപ്പ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ്. രവി ജൂൺ 15-ന്, അതായത് മിഥുനം 1-ന് മിഥുനം രാശിയിലേക്ക് മാറുന്നു. അതിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ആദ്യ ഗ്രൂപ്പിൽ വരുന്നവർ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം, ഈ 2.25 നക്ഷത്രക്കാർക്കാണ് ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ആദ്യ ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രക്കാർ. അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം. അതിൽ കാർത്തിക പൂർണ്ണമായും വരുന്നില്ല എന്നർത്ഥം. ഇവർക്ക് 3-ാം ഭാവത്തിലാണ് രവി നിൽക്കുന്നത്. അതായത് മിഥുനം രാശിയിലേക്ക് രവി വരുമ്പോൾ മേടം, ഇടവം, മിഥുനം, അങ്ങനെ 3-ാമത്തെ രാശിയിലേക്കാണ് രവി പരിവർത്തനം ചെയ്യപ്പെടുന്നത്. 3-ാം ഭാവത്തിൽ രവി രാശിമാറ്റം വരുത്തുന്നത് വളരെയേറെ ഗുണാനുഭവങ്ങൾക്ക് കാരണമായിത്തീരും. അതുകൊണ്ട് തന്നെ മേടക്കൂറിൽപ്പെട്ടവർക്ക് അപ്രതീക്ഷിതമായ പലവിധ നേട്ടങ്ങളും ഈ ഒരു കാരണം കൊണ്ട് തന്നെ സംഭവിക്കുന്നതായിരിക്കും. അതായത് രാജയോഗ സമാനമായ ഫലങ്ങൾ കാരണമായിത്തീരുന്നതായിരിക്കും. പരാക്രമശീലം വർദ്ധിക്കുന്നതായിരിക്കും. രോഗാതുരമായ അവസ്ഥയിലുള്ളവർക്ക് അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നതായിരിക്കും. സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ പല വിധത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ പല വിധത്തിലുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമായിരിക്കും. സാമ്പത്തികമായ ഉയർച്ചയും കർമ്മരംഗത്തെ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മേടക്കൂറുകാർ കടന്നു പോകാൻ പോകുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഏറ്റവും ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു കാലഘട്ടമാണ് രവിയുടെ ഈ പരിവർത്തനം മൂലം മേടക്കൂറുകാർക്ക് വന്നു ചേരുന്നത്. ഒപ്പം രവിയുടെ പ്രീതി ലഭിക്കുവാൻ വേണ്ടി സാക്ഷാൽ മഹാദേവനെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. അത് ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവപഞ്ചാക്ഷരി ലഭിക്കുക, ശിവന് ധാര നടത്തുക എന്നിവയൊക്കെ ചെയ്തു പോയാൽ ശിവന്റെ അനുഗ്രഹം മൂലം തന്നെ എല്ലാവിധ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ആ കാര്യങ്ങൾ കൂടി മേടക്കൂറുകാർ ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. ഇനി രവിയുടെ മാറ്റം മൂലം ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിയിൽപ്പെട്ടവർ ചിങ്ങം രാശിയിൽപ്പെട്ടവർ, ചിങ്ങക്കൂറിൽപ്പെട്ടവർക്ക് രവി, അതായത് സൂര്യൻ മിഥുനത്തിൽ വരുമ്പോൾ ചിങ്ങത്തിൻ്റെ 11-ാം ഭാവത്തിലേക്കാണ് സൂര്യൻ പരിവർത്തനം ചെയ്യപ്പെടുന്നത്. സൂര്യൻ്റെ മിഥുനം രാശിയിലേക്കുള്ള സംക്രമം 11-ാം ഭാവത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ സാമ്പത്തികമായ അപ്രതീക്ഷിത നേട്ടങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് വന്ന് ഭവിക്കുന്നതായിരിക്കും. ചിങ്ങക്കൂറുകാർ എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ ഭാഗം, ഈ 2.25 നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന രവിസംക്രമം മൂലം, രവിയുടെ മിഥുനം രാശിയിലേക്കുള്ള മാറ്റം മൂലം സാമ്പത്തികമായ നേട്ടങ്ങൾ, കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ,
അതുപോലെ തന്നെ സൗഹൃദങ്ങൾ മൂലവും സഹോദരങ്ങൾ മൂലവുമൊക്കെ പല വിധത്തിലുള്ള സഹായങ്ങൾ, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ജോലിയിൽ ഗുണാനുഭവങ്ങൾക്ക്, അതായത് ഗുണാനുഭവം എന്ന് പറയുമ്പോൾ ജോലിയിൽ പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ, അനുകൂലമായ ട്രാൻസ്ഫറുകൾ എന്നിവയ്ക്കൊക്കെയുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ ഉന്നത പഠനത്തിനും ഉയർന്ന ജോലി ലഭിക്കുന്നതിനുമൊക്കെയുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും. ഇത്തരത്തിൽ രവിയുടെ മാറ്റം ചിങ്ങക്കൂറുകാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും. അപ്പോൾ അതിനെ ശിവധാര, ശിവന് വഴിപാടുകൾ, ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തിപ്പോയാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതും ആയിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോവുക. ഇനി ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നവരാണ് കന്നിക്കൂറിൽ വരുന്നവർ. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രവി 10ാം ഭാവത്തിൽ കർമ്മരംഗത്തേക്കാണ് വരുന്നത്. കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രം മുക്കാല്, അതായത് ഉത്തരത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നിവ ചേരുന്നവരാണ് നമ്മൾ കന്നിക്കൂർ എന്ന് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് ഈ രവി സംഗമം വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതായിരിക്കും. കർമ്മരംഗത്ത് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ബിസിനസ്സുകാർക്ക്, കലാകാരന്മാർക്ക്, അതുപോലെ തന്നെ സ്വയം തൊഴിലുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ജോലിസ്ഥലത്ത് അനുകൂലമായ പല ഘടകങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ജോലിയിൽ പ്രമോഷനുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ, വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനാർത്ഥം വിദേശവാസമൊക്കെ സാധ്യമാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ കുടുംബാന്തരീക്ഷം ഗുണകരമായി മാറുന്നതായിരിക്കും. മൊത്തത്തിൽ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം സാമ്പത്തിക നേട്ടം മൂലം പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. കടങ്ങളൊക്കെ ഒരു പരുവത്തിൽ വീട്ടാൻ കഴിയുന്നതായിരിക്കും. ഇങ്ങനെ മൊത്തത്തിൽ ഗുണാനുഭവങ്ങൾ നിറഞ്ഞൊരു മാസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പം മിഥുനൻ രാശിയിലേക്കുള്ള രവിയുടെ മാറ്റത്തിൻ്റെ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായും ലഭിക്കാൻ വേണ്ടി ശിവക്ഷേത്ര ദർശനം, ശിവപഞ്ചാക്ഷരി, ശിവൻ ധാര എന്നിവ നടത്തി മുമ്പോട്ട് പോവുക. ഇനി ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളത് മകരക്കൂറുകാർക്കാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രവി 6ാം ഭാവത്തിലാണ് വരുന്നത്. അത് മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം 6ാം ഭാവത്തിലാണ് വരുന്നത്. ഇവിടെ 6ാം ഭാവം എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങളും നൽകുന്നതാണ്. ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിനും രോഗദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനുമൊക്കെ ഈ 6ലെ രവിയെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ മകരക്കൂറുകാർക്ക് സിദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്നതിനും കർമ്മരംഗത്തെ പുരോഗതി നേടുന്നതിനുമൊക്കെ ഈ കാലഘട്ടം വളരെയേറെ ഗുണകരമായിരിക്കും. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ, അതുപോലെ തന്നെ പല വിധത്തിലുള്ള ബന്ധങ്ങൾ എന്നിവയൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക്, കലാകാരന്മാർക്ക്, വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുപോലെ രാഷ്ട്രീയക്കാർക്കൊക്കെ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ കഴിയുന്നത്. വിദ്യാർത്ഥികൾക്കൊക്കെ ഉയർന്ന പഠനത്തിലുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും. കർഷകർക്കും കലാകാരന്മാർക്കും ഒക്കെ വളരെ ഗുണാനുഭവങ്ങൾ ഈ രവിയുടെ മാറ്റം മൂലം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി രവിയുടെ പ്രീതി പൂർണ്ണമായി ലഭിക്കുന്നതിന് വേണ്ടി സർവേശ്വരനെ, അതായത് മഹാദേവനെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. മഹാദേവനെ പ്രീതിപ്പെടുത്തി പോകേണ്ടതോടൊപ്പം തന്നെ മകരം രാശിയിൽപ്പെട്ടവർ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ കൂടി അനുസരിച്ച് പോകുന്നത് ഉചിതമായിരിക്കും. ഇതൊക്കെയാണ് രവിയുടെ മാറ്റം മൂലം ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള കൂറുകാരും നക്ഷത്രക്കാരും. അതായത് മേടക്കൂറിൽപ്പെട്ടവർ, പിന്നീട് വരുന്നത്
ചിങ്ങക്കൂറിൽപ്പെട്ടവർ, പിന്നെ വരുന്നത് കന്നിക്കൂറിൽപ്പെട്ടവർ, പിന്നീട് വരുന്നത് മകരക്കൂറിൽപ്പെട്ടവർ. ഈ കൂറിൽപ്പെട്ട എല്ലാ നക്ഷത്രക്കാർക്കും രവിമാറ്റം മൂലം അല്ലെങ്കിൽ സൂര്യൻ്റെ മാറ്റം മൂലം വളരെയേറെ ഗുണാനുഭവങ്ങൾ ദൃശ്യമാകുന്നതായിരിക്കും. ഒപ്പം ഈശ്വരാധീനം വരുത്തി മുമ്പോട്ട് പോവുക. ഈ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി നമുക്ക് കാണാം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക, ലൈക്ക് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക. എങ്കിലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. മറ്റൊരു വിഷയവുമായി തീർച്ചയായിട്ടും വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.